നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ട്രോളിയിട്ടുള്ള ഒരു തെലുങ്ക് നടനുണ്ടടേ. പുള്ളിയുടെ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ട്രോളാൻ തോന്നും, അതുകൊണ്ട് നമ്മൾ ട്രോളിയിട്ടുണ്ട്, സത്യമാണ്. എന്നുവെച്ചാൽ പെറ്റ തള്ള പോലെ സഹിക്കാത്ത സിനിമകളാണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ലാസ്റ്റ് ഒരു എനിക്കൊന്ന് കോവിഡിന് ശേഷം ആ പുള്ളി തന്നെ സ്വയം മാറിയിട്ട്, എന്നിട്ടും കത്തിപ്പടങ്ങൾ തന്നെയാണ് ചെയ്തത്, അത് വേറെ കാര്യം. എന്നിട്ടും വന്നിട്ടുള്ള പടങ്ങളൊക്കെ കത്തിപ്പടങ്ങൾ തന്നെയാണ്. പക്ഷെ ഏറ്റവും അവസാനം ഒരു സിനിമ വന്നിട്ടുണ്ട് പുള്ളിയുടെ തെലുങ്കിൽ. പക്ഷെ അത് കേരളത്തിൽ തിയേറ്ററിക്കൽ റിലീസ് പോലും ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ ഒരു മാർക്കറ്റുള്ളൊരു നടനൊന്നുമല്ല. ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന ആരെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ജയ് ബാലയ്യ. ബാലയ്യയുടെ പുതിയൊരു സിനിമ താക്കു മഹാരാജ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് OTT-ൽ റിലീസ് ആയിട്ട് 2 ആഴ്ചയായി. ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടത്. അപ്പോൾ കണ്ടിട്ട് അതിനെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ട്രോളിയിട്ട് കൊന്നിട്ടുള്ള ഒരു മനുഷ്യൻ, എന്താ പറയുക, ഇത് സിനിമ ഓക്കെ വലിയ സംഭവമായിട്ടുള്ള സിനിമ എന്നുള്ള രീതിയിലൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ തെലുങ്കിലെ ഒരു മാസ് കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ എന്നുള്ള ടെംപ്ലേറ്റിൽ വരുന്നൊരു സിനിമ, അത് തന്നെയാണ് പടം. പക്ഷെ പുള്ളി ആ പടത്തിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു ഓറയുണ്ട്. അതായത് ഒരു കഥയുണ്ട്, സത്യം പറഞ്ഞ ഒരു കഥയുണ്ട്, ഒരു ഇമോഷൻ ഉണ്ട്. കത്തി സീൻ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ആക്ഷൻ. പക്ഷെ അതൊരു നമ്മളിപ്പോൾ ബാഹുബലിയിൽ RRR-ലൊക്കെ പോലുള്ള അത്രയും വലിയ KGF-ലൊക്കെ കാണുന്ന രീതിയിലുള്ള കത്തി, അല്ലെങ്കിൽ ആ ലെവലിലുള്ള ഒരു മാസ് സംഭവം തന്നെയാണ്. അതായത് ഒരു മീറ്റർ, കറക്റ്റ് ഒരു മീറ്റർ പിടിച്ചിട്ട് ആണ് അവർ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ചവിട്ടുമ്പം വണ്ടി 4 കിലോമീറ്റർ അപ്പുറം പോകുന്നതും പറന്നിട്ട് കറങ്ങിയിട്ട് ലോറിയും കൊണ്ട് പറന്നിട്ട് ആകാശത്തോടെ വരുന്നതും അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല. ഒരു പക്ക സാധനം എന്ന് വെച്ചാൽ ക്വാളിറ്റി സാധനം. അപ്പോൾ ഇപ്പം അത് എല്ലാവരും ഭയങ്കര ഒപ്പീനിയനാണ്, മലയാളികൾ അടക്കം കിടിലം പോലെ ഒപ്പീനിയൻ പറഞ്ഞിട്ടുള്ളൊരു പടമാണ്. അപ്പോൾ അതിനുശേഷം എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ് അയ്യോ തിയേറ്ററിൽ മിസ്സായി പോയൊരു പടം. സത്യമായിട്ടും തമനസാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. എൻ്റെ മോനെ എജാതി BGM ആ ടോടോട്ടോ ടൊടോട്ടോ എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്. അവളിങ്ങനെ എലവേറ്റ് ചെയ്യാന്ന് പറയുന്നില്ലേ, അത് തന്നെ പക്ക ടോപ്പ് നോച്ചിലുള്ളൊരു ഐറ്റം. തിയേറ്ററിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ എഴുന്ന് കൈ അടിച്ചു പോകുന്ന രീതിയിലുള്ള മേക്കിംഗ് സ്റ്റൈലും ആ രീതിയിലുള്ള ഫൈറ്റ് സീക്വൻസും സീനുകളൊക്കെ. ഫസ്റ്റ് ഹാഫിൽ കംപ്ലീറ്റ് ഒരു ഫാമിലി, അതായത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് കറക്റ്റ് നമ്മളുടെ അജിത്തിൻ്റെ മറ്റേ സിനിമ തന്നെയാണ്. അതായത് ഒരു മകളുടെ വീട്ടിലേക്ക് വേറൊരാളായിട്ട് വരുന്നതും അതിനുശേഷം ഡ്രൈവറായിട്ട് കൂടുന്നതും അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ നമ്മളായിരിക്കും ഓ ഇതാ സാധനമാണല്ലോ എന്ന്. പക്ഷേ ഇൻ്റർവെൽ ആകുമ്പോഴും അല്ലെങ്കിൽ കുറച്ചങ്ങോട്ടേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെയൊന്നല്ല, എന്തിനാണ് അതങ്ങനെ വന്നിട്ടുള്ളത്, എന്തിനൊക്കെ അതിൻ്റെ റീസൺ, എന്താണ് സംഭവം എന്നുള്ള രീതിയിലൊക്കെ. പുള്ളി 2 ഗെറ്റപ്പ് ഉണ്ട് സത്യം പറഞ്ഞാൽ ഇതിൽ. ഫസ്റ്റ് ഹാഫിൽ ഒരു ഗെറ്റപ്പ്, സെക്കൻഡ് ഹാഫിൽ വേറൊരു ഗെറ്റപ്പാണ്. ഇപ്പം ആ ഒരു കഥ, ആ ഒരു സോളുണ്ട്, ആ ഒരു അതാ പറഞ്ഞ സിനിമക്ക് ആ ഒരു കഥയ്ക്ക് ഒരു സോളുണ്ട്. നമ്മൾ ആ ഒരു എന്തുകൊണ്ട് അയാൾ ഇങ്ങനെ ആകുന്നു, എന്തുകൊണ്ട് അയാൾ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള റീസൺ കൊടുത്ത്, അതായത് ആ ഒരു സ്റ്റേജ് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. മഹാരാജ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അതിന് മുന്നേ സെക്കൻഡ് ഹാഫിൽ സീതാറാം എന്ന് പറഞ്ഞൊരു എഞ്ചിനീയറാണ് പുള്ളി. അപ്പോൾ അവിടുന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു രീതിയിലേക്ക് മാറി, അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു ബാക്ക് ബോൺ ആയിട്ടൊരു സ്ട്രോങ് ബാക്ക് ബോൺ ഉള്ള ഒരു സ്റ്റോറി, ഒരു റീസൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഭയങ്കര ഒരു എൻഗേജിങ് ആയിട്ട് നമ്മൾ 2.5 മണിക്കൂർ കിടിലം പോലെ കണ്ടിരിക്കുന്ന പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് ഇതിൽ. അത് പണി അറിയുന്ന ആളെടുത്ത് കിട്ടിയപ്പോൾ ഓക്കെ എങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കണം എന്നുള്ള രീതിയിൽ ആ സ്ഥിരം ടെംപ്ലേറ്റ് പൊളിച്ചെഴുതിയിട്ട് ഇങ്ങനെയാണ് ബാലയ്യെ പ്രസൻറ്റ് ചെയ്യേണ്ടത്, എനിക്ക് ഇങ്ങനെയാണ് കാണേണ്ടത് എന്ന് പറഞ്ഞിട്ട് സംവിധായകൻ കൃത്യമായിട്ട് സ്റ്റേജ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു സീൻ ഉണ്ടേ, ഒരു വയലൻസ് കാണിക്കുന്ന രീതിയിൽ ഒരു ബ്ലഡൊക്കെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് മുഖത്തും സ്വൈപ്പ് ചെയ്തിട്ടൊക്കെ കാണിക്കുന്ന ഒരു ഷോട്ടൊക്കെ ഉണ്ട്. ഓ പാപ്പ, അതിനനുസരിച്ചിട്ടൊരു BGM. അയ്യോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ താക്കു മഹാരാജ് കണ്ടു നോക്കുക. അതായത് ഒരു ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ, അത് തെലുങ്കിൽ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും, എക്സ്പെക്റ്റേഷൻ നമുക്കറിയാലോ. ആ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ കാണുക. അതല്ലാതെ അയ്യോ എല്ലാം വലിയൊരു പടം അല്ലെങ്കിൽ എന്താണ് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ചെയ്യുന്ന ഇതുവരെ കാണാത്തൊരു പടം എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു ഫ്രഷ്നെസ്, ബാലയ്യയുടെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ അതിനൊരു ഫ്രഷ്നെസ് ഉണ്ട്, ആ സിനിമ അത് തരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ സിനിമയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള വലിയൊരു റീസൺ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചേ ബാലയ്യയുടെ സിനിമയാണല്ലോ, ഗൂസ് ബംസ് വരുന്നു, ഇഷ്ടപ്പെടുന്നു, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ നല്ലതാണെങ്കിൽ നമ്മൾ നല്ലതെന്ന് പറയണമല്ലോ. ഇത് റോസ്റ്റ് ചെയ്യാനുള്ളൊരു സിനിമയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം നമുക്കറിയാം റോസ്റ്റ് ചെയ്യുന്നവരുണ്ട് ഇവിടെ മലയാളത്തിൽ. അപ്പോൾ അവർ ഇത് ചിലപ്പോൾ റോസ്റ്റ് ചെയ്യായിരിക്കും, പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ റോസ്റ്റ് ചെയ്യാനുള്ളൊരു
സാധനമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പം നിങ്ങൾ കണ്ടുനോക്കുക. കണ്ടിട്ടുണ്ടെങ്കിൽ ഒപ്പീനിയൻ താഴെ വന്ന് പറയാം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് താഴെ വന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ.